കുഞ്ഞുനാൾ മുതൽ ഇന്നോളം നാം എല്ലാവരും ഏറ്റവും പ്രിയമുള്ളതായി നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ് ക്രിസ്തുമസ് കാർഡുകൾ. കുട്ടികളായിരിക്കുമ്പോൾ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോഴെങ്കിലും ആദ്യം ഓർക്കുന്നത് ആർക്കൊക്കെ കാർഡുകൾ അയക്കണമെന്നതാണ്. എന്നാൽ കാലങ്ങൾ മാറിമറിയുമ്പോൾ ക്രിസ്മസ് കാർഡുകളും അത് എഴുതുന്നതും അയക്കുന്നതുമെല്ലാം ശൂന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. വിരൽ തുമ്പുകൊണ്ട് മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് ആശംസകൾ അതിവേഗത്തിൽ വിടാൻ സൗകര്യം വന്നപ്പോൾ ക്രിസ്മസ് കാർഡുകൾ ഓർമ്മകൾ മാത്രമായി തുടങ്ങി. ഇന്നും ക്രിസ്മസ് കാർഡുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അയക്കുന്ന എത്ര പേരാണ് നമ്മളിലുള്ളത്? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഫോർമേഷനിൽ ഓരോരുത്തർക്കും കാർഡുകൾ വരുമ്പോൾ എന്തൊരു സന്തോഷവും അഭിമാനവുമാണെന്നോ കുട്ടികളായ ഞങ്ങളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നത്. എത്ര കാർഡുകൾ ഓരോരുത്തർക്ക് വന്നെന്ന് ഞങ്ങൾ എണ്ണി നോക്കി വളരെ അഭിമാനപൂർവ്വം പരസ്പരം പറയുമായിരുന്നു. അതുപോലെ പ്രിയപ്പെട്ടവർക്ക് കാർഡുകൾ അയക്കുന്നതും ഒരു ആഘോഷമായിരുന്നു. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, സ്നേഹം പങ്കുവച്ചു കൊടുക്കുന്ന ക്രിസ്മസ് കാർഡുകൾ ഇന്ന് ഓർമ്മകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോഴും നാം ആകുന്ന വ്യക്തിക്ക് ചിലപ്പോൾ മറ്റുള്ളവരിലേക്ക് സ്നേഹ സന്ദേശം എത്തിക്കുന്ന ക്രിസ്മസ് കാർഡുകളായി മാറാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഈശോ 72 പേരെ തൻ്റെ സന്ദേശം അറിയിക്കുവാനായി തിരഞ്ഞെടുത്ത് അയക്കുന്നത് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. പിന്നീട് സുവിശേഷം പറയുന്നു, അവർ അത്യധികം സന്തോഷത്തോടെ തിരിച്ചു വന്നു, തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി. കണ്ടുമുട്ടിയവരുടെ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും പകരുന്ന രക്ഷയുടെ സന്ദേശവാഹകരായി അവർ മടങ്ങിയെത്തുന്നു. ഇതേ ദൗത്യം നമുക്കും ചെയ്യാം. കുഞ്ഞു പ്രായത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്രിസ്മസ് കാർഡുകൾ പോലെ നമ്മുടെ സാമീപ്യവും സാന്നിധ്യവുമെല്ലാം ആകാംക്ഷയോടെ ഓരോ ഹൃദയത്തിലും അനുഭവവേദ്യമാകുവാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ക്രിസ്തുമസ് നാളുകളിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം.